ചോദ്യം. ഒന്നാമത് ചോദ്യം അറ്റൻഡ് ചെയ്തേ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഗസറ്റിൽ പരാമർശിച്ചിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് NDPS ആക്ടിൽ പറഞ്ഞിട്ടുള്ള പരമാവധി ശിക്ഷ എന്തെന്നാണ് ചോദ്യം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഗസറ്റിൽ പരാമർശിച്ചിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് NDPS ആക്ടിൽ പറഞ്ഞിട്ടുള്ള പരമാവധി ശിക്ഷ എന്തെന്നാണ് ചോദ്യം. കമന്റ് പോയ എല്ലാത്തിന്റെയും. പിള്ളേരെ നമ്മളിപ്പോ പഠിച്ചു നിർത്തിയുള്ളൂ. ഏത് സെക്ഷനിലാണ് വരുന്നത്? കേന്ദ്ര ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഗസറ്റിൽ പരാമർശിച്ചിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് NDPS ആക്ടിൽ പറഞ്ഞിട്ടുള്ള പരമാവധി ശിക്ഷ എന്ന് പറഞ്ഞാൽ 1 വർഷത്തെ കഠിന തടവ്. 1 വർഷത്തെ കഠിന തടവ്. 1 വർഷത്തെ കഠിന തടവാണ്. സെക്ഷൻ 27. സെക്ഷൻ 27ലാണ് അത് പറയുന്നത്. 1 വർഷത്തെ കഠിന തടവ്. 1 വർഷത്തെ കഠിന തടവ്. ഓക്കെ. അത് ഈ പോയിന്റ് ശ്രദ്ധിച്ചു വേണേ. 1 വർഷത്തെ കഠിന തടവാണ്. സാധാരണ തടവും ഓപ്ഷനിലുണ്ട്. 1 വർഷത്തെ കഠിന തടവ് എന്ന പോയിന്റ് ഓർത്തോണം. 1 വർഷത്തെ കഠിന തടവാണ്. 1 വർഷത്തെ കഠിന തടവാണ്. ഓക്കെ. മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഗസറ്റിൽ പരാമർശിച്ചിട്ടില്ലാത്തതാണെങ്കിൽ അവിടെ കഠിനം എന്ന വാക്കില്ല, സാധാരണ തടവാണ്. 6 മാസം തടവ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. പരാമർശിച്ചിട്ടില്ലാത്തതാണെങ്കിൽ 6 മാസം തടവെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് 1 വർഷത്തെ കഠിന തടവ്. സെക്ഷൻ 27 പ്രകാരം 1 വർഷത്തെ കഠിന തടവ്. ഓക്കെ. മറ്റത് 6 മാസത്തെ തടവ് കേട്ടോ. അടുത്ത, സ്വന്തം ഭൂമിയിൽ മറ്റൊരാളെ NDPS ആക്ട് പ്രകാരം കുറ്റം ചെയ്യാൻ അനുവദിക്കുന്ന വ്യക്തിക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കാവുന്നത്? പഠിച്ചതാണ്. സ്വന്തം ഭൂമിയിൽ മറ്റൊരാളെ NDPS ആക്ട് പ്രകാരം കുറ്റം ചെയ്യാൻ അനുവദിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കാവുന്നത്? ഓക്കെ. ഏതാ സെക്ഷൻ? ഏത് സെക്ഷനിലാണ് കുറ്റത്തെ കുറിച്ച് പറയുന്നത്? സെക്ഷൻ ഏതാ കുട്ടികളെ? സെക്ഷൻ 25. സെക്ഷൻ 25 പ്രകാരം ആ കുറ്റത്തിന് ലഭിക്കുന്ന ശിക്ഷയില്ലേ, ആ കുറ്റത്തിന് ലഭിക്കുന്ന ശിക്ഷ അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം. NDPS നിയമം താഴെ പറയുന്ന ആർക്കാണ് ബാധകമായിട്ടുള്ളത്? ചെയ്തേ. NDPS നിയമം ആർക്കാണ് ബാധകമായിട്ടുള്ളത്? ഇപ്പൊ പറഞ്ഞിടത്തേ ഉള്ളൂ. ഇവിടെ ഏത് സെക്ഷനിലാണ് ഈ ബാധകം പറഞ്ഞിട്ടുള്ള? ഏതാ സെക്ഷൻ? ആർക്കൊക്കെ ബാധകമാവുന്നു? വ്യാപ്തിയെ കുറിച്ച് പറഞ്ഞ സെക്ഷൻ ഏതാ? ചോദ്യത്തിൽ സെക്ഷനോട് പറഞ്ഞു പോണേ. ഏതാ സെക്ഷൻ? സെക്ഷൻ 1 അല്ലേ? സെക്ഷൻ 1 പ്രകാരം ഇന്ത്യക്കകത്തുള്ള ഇന്ത്യൻ പൗരന്മാർ, ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ പൗരന്മാർ, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലെ വ്യക്തികൾ, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിമാനങ്ങളിലെ വ്യക്തികൾ എല്ലാവരും വരുന്നുണ്ട്. ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4. ഓക്കെ. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. NDPS നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം: കൊഗ്നിസിബിൾ, വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്ന, ബെയിലബിൾ, ജാമ്യം ലഭിക്കാവുന്ന. സൂചന തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. NDPS നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം ഏത് സെക്ഷനിലാ പറയുന്നേ? കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം ഏത് സെക്ഷനിലാ പറയുന്നേ? കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം സെക്ഷൻ പറഞ്ഞേ. ഏതാ സെക്ഷൻ? കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം സെക്ഷൻ 37 ആണ് കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം. 37 ആണ് കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം. ഓക്കെ. എന്താണ് സ്വഭാവം? കൊഗ്നിസിബിൾ, നോൺ ബെയിലബിളുമാണ് അല്ലേ? അതായത് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാം, ജാമ്യം ലഭിക്കത്തില്ല. ഓക്കെ. അടുത്ത ചോദ്യം. നാർക്കോട്ടിക് സബ്സ്റ്റൻസസ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്
നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിലവിൽ വന്ന വർഷം നിങ്ങൾ ചുമ്മാ ചോദിച്ച് പോകാറുണ്ട്. ഡേറ്റ് ഓർത്തിരിക്കുക. സെപ്റ്റംബർ 16, നവംബർ 24, നവംബർ 14. ഓക്കെ, 1985. 85 സെപ്റ്റംബർ 16 പാസ്സായി, നവംബർ 14 നിലവിൽ വന്നു. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. അംഗങ്ങളുടെ എണ്ണം എത്രയെന്നാണ്? അംഗങ്ങളുടെ എണ്ണം എത്രയെന്നാണ്? നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം. അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 20 ആണ്. ചെയർമാൻ ഉൾപ്പെടെ എന്ന് ചോദിക്കും. ചെയർമാൻ ഉൾപ്പെടെ എന്ന് ചോദിച്ചാലേ 21 വരത്തുള്ളൂ. ചെയർമാൻ ഉൾപ്പെടെ എന്ന് ചോദിച്ചാലേ 21 വരത്തുള്ളൂ. അംഗങ്ങളുടെ എണ്ണം 20 ആണ് എടുക്കുന്നത്. അംഗങ്ങളുടെ എണ്ണം 20 ആണ് എടുക്കുന്നത് കേട്ടോ. ക്ലിയർ ആണ്? അംഗങ്ങളുടെ എണ്ണം 20 ആണ്. അംഗങ്ങളുടെ എണ്ണം 20 ആണ്. 20. ഓക്കെ അല്ലേ? ശരി, ക്ലിയർ ആണ് കേട്ടോ. ശരി, അടുത്ത, കൊക്കൈൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന പരമാവധി തടവ് ശിക്ഷ. കൊക്കൈൻ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള ലഹരി മരുന്ന് തന്നെയാണ്. കൊക്കൈൻ സെൻട്രൽ ഗവൺമെന്റ് പരസ്യപ്പെടുത്തിയിട്ടുള്ള ലഹരി മരുന്ന് തന്നെയാണ്. അപ്പം 1 വർഷം വരെ കഠിന തടവ്. കൊക്കൈൻ ഉപയോഗിക്കുന്നതിന് 1 വർഷം വരെ കഠിന തടവെന്ന് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? കൊക്കൈൻ ഉപയോഗിക്കുന്നതിന് 1 വർഷം വരെ കഠിന തടവെന്ന് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? കൊക്കൈൻ 27 ആണ്. 27. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റവാളികൾക്ക് ധനസഹായം നൽകുന്നത് കുറ്റകൃത്യമാകുന്നത്? നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റവാളികൾക്ക് ധനസഹായം നൽകുന്നത് കുറ്റകൃത്യമാകുന്നത്? കമന്റ് ചെയ്യാം. 27A നമ്മൾ പഠിച്ചു. 27A പ്രകാരമാണ് കുറ്റവാളികൾക്ക് ധനസഹായം നൽകുന്നത് കുറ്റകൃത്യമാകുന്നത്. പണിഷ്മെന്റ് എന്ന് ഓർത്ത് പറയോ? പണിഷ്മെന്റ് 27A പ്രകാരമുള്ള പണിഷ്മെന്റ്. 27A പ്രകാരമുള്ള പണിഷ്മെന്റ് എന്ന് ഓർത്ത് പറയോ? 27A പ്രകാരമുള്ള പണിഷ്മെന്റ് 27A ആയാലും 19 ആയാലും 24 ആയാലും 27A ആയാലും 19 ആയാലും 24 ആയാലും നിങ്ങൾക്കറിയാം 10 മുതൽ 20 വർഷം വരെ കഠിന തടവ്. 10 മുതൽ 20 വർഷം വരെ കഠിന തടവ്. പിന്നെ എത്രയാ പിഴ? 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴ. ഈ 3 കേസിലും ഈ 3 കണ്ടീഷനിലും, അതായത് 27A ആയിക്കോട്ടെ, 19 ആയിക്കോട്ടെ, 24 ആയിക്കോട്ടെ, ഈ പിഴ എന്ന് പറയുന്നത് വേണമെങ്കിൽ കോടതിക്ക് കൂട്ടാം. കോടതിക്ക് പിഴ വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. അതിപ്പോ 27A പറഞ്ഞാലും ശരി തന്നെ. 19 കർഷകൻ ഈ പറയുന്ന ഒപ്പിയം കൃഷി ചെയ്ത് അത് മോഷ്ടിക്കുകയാണെങ്കിലും ശരി തന്നെ. ഇന്ത്യക്ക് പുറത്ത് ഈ പറയുന്ന മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ വാങ്ങുകയോ ഇന്ത്യക്ക് പുറത്തുള്ള കച്ചവടക്കാരുമായിട്ട് കച്ചവടം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ 24 പ്രകാരമുള്ളതായാലും ശരി തന്നെ 10 മുതൽ 20 വർഷം വരെ കഠിന തടവ്, 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴ. പിന്നെ കോടതിക്ക് വേണമെങ്കിൽ പിഴ 2 ലക്ഷത്തിൽ കൂടുതലാക്കാം എന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ജാമ്യവുമായി ബന്ധപ്പെട്ടതാണ്. എനിക്കൊണ്ട് നിങ്ങൾ ചെയ്ത് വന്നതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഇത്തിരി ബുദ്ധിമുട്ടിക്കുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ എളുപ്പമാണത്. എല്ലാം ഡി ആണ് പറയണത്. ഓക്കെ പിള്ളേരെ, കേസിന്റെ സ്വഭാവം നമ്മൾ പറഞ്ഞു. കേസിന്റെ സ്വഭാവം പരാമർശിക്കുന്ന സെക്ഷൻ 37 ആണ് അല്ലെ? കേസിന്റെ സ്വഭാവം പരാമർശിക്കുന്ന സെക്ഷൻ 37 ആണ്. സെക്ഷൻ 37 പറയുന്നുണ്ട് എന്താണ്? കോഗ്നിസിബിളുമാണ്, നോൺ ബെയിലബിളുമാണ്. ഓക്കെ, ഇനി ജാമ്യം ലഭിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ വാക്യങ്ങളിൽ ഏതാണ് ശരിയായതെന്ന് തിരഞ്ഞെടുക്കാനാണ്.
ഓക്കെ, അതായത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കത്തില്ല കോടതി വഴി ജാമ്യം എടുക്കുന്നതെങ്കിൽ എങ്ങനെയാണെന്ന്. ഇപ്പൊ ഈ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രോസിക്യൂഷൻ എന്ന് വെച്ചാൽ ആരാണ്? പ്രോസിക്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് പോലീസിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റിന് വേണ്ടിയിട്ട് കേസ് വാദിക്കുന്നതാണ് പ്രോസിക്യൂഷൻ, അല്ലെ? ഗവൺമെന്റിന് വേണ്ടി കേസ് വാദിക്കുന്നത് പ്രോസിക്യൂഷൻ. പ്രതികൾക്ക് വേണ്ടി കേസ് വാദിക്കുന്നത് ഡിഫൻസ് ആണ്, അല്ലെ? പ്രതികൾക്ക് വേണ്ടി കേസ് വാദിക്കുന്ന ഡിഫൻസ് ആണ് പ്രതികൾക്ക് വേണ്ടി കേസ് വാദിക്കുന്നത്. ഗവൺമെന്റിന് വേണ്ടി അല്ലെങ്കിൽ പോലീസിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിന് വേണ്ടി കേസ് വാദിക്കുന്നത് പ്രോസിക്യൂഷൻ ആണ്. പ്രോസിക്യൂഷൻ. അപ്പൊ ഇത്തരത്തിൽ ഒരു ജാമ്യാപേക്ഷ കോടതിയിൽ എടുക്കുന്ന സമയത്ത് പ്രോസിക്യൂഷന് ജാമ്യാപേക്ഷ എതിർക്കാൻ അവസരം കൊടുക്കണം. ശരിയാണ്. പ്രോസിക്യൂഷന് കോടതി ജാമ്യാപേക്ഷ എതിർക്കാൻ അവസരം കൊടുക്കണം. എന്തുകൊണ്ട് ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം വാദിക്കാനുള്ള അവസരം പ്രോസിക്യൂഷന് കൊടുക്കണം. അതൊരു ഒന്നാമത്തെ പോയിന്റ്, സെക്ഷൻ 37 പ്രകാരമുള്ള ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമതൊരു പോയിന്റും കൂടിയേ ഉള്ളൂ. ന്യായമായ കാരണങ്ങൾ കൊണ്ട് കോടതിക്ക് പ്രതിയുടെ നിരപരാധിത്വം, അതായത് ഡിഫൻസിന് പ്രതിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞു, കോടതിക്ക് പ്രതിയുടെ നിരപരാധിത്വം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കുട്ടികളെ? ജാമ്യം ലഭിക്കുന്നതാണ്, കോടതിയിൽ ജാമ്യം ലഭിക്കുന്നതാണ്. അപ്പം ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ, ഓപ്ഷൻ എ ആൻഡ് ബി. നിങ്ങൾ സെക്ഷൻ 37 പ്രകാരം 2 പോയിന്റ് പഠിച്ചിരിക്കുക. കേസിന്റെ സ്വഭാവം കൊഗ്നിസിബിളും നോൺ ബെയിലബിളും ആണ്. കോടതി വഴി ജാമ്യത്തിന് ശ്രമിക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ, അതായത് ഗവൺമെന്റിന്റെ വക്കീൽ അല്ലെങ്കിൽ പോലീസിന്റെ വക്കീലിന് എന്ത് ചെയ്യാം? ജാമ്യാപേക്ഷ എതിർക്കാനുള്ള അവസരം കോടതി കൊടുക്കണം. അതൊരു പോയിന്റ്. ന്യായമായ കാരണങ്ങൾ കൊണ്ട് കോടതിക്ക് പ്രതിയുടെ നിരപരാധിത്വം ബോധ്യപ്പെടുകയാണെങ്കിൽ ജാമ്യം അനുവദിക്കണം. ന്യായമായ കാരണങ്ങൾ കൊണ്ട് കോടതിക്ക് പ്രതിയുടെ നിരപരാധിത്വം ബോധ്യപ്പെടുകയാണെങ്കിൽ ജാമ്യം അനുവദിക്കണം. അപ്പൊ ഈ പോയിന്റ് നിങ്ങൾ മറക്കരുത്. സെക്ഷൻ 37 ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യം പരാമർശിക്കുന്നത്. പ്രോസിക്യൂഷന് ജാമ്യാപേക്ഷ എതിർക്കാൻ കഴിയും. ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ പ്രതിയുടെ നിരപരാധിത്വം ബോധ്യപ്പെടുകയാണെങ്കിൽ കോടതിക്ക് ജാമ്യം അനുവദിക്കുന്നതാണ്. ഓക്കെ അല്ലേ? ശരി. അടുത്ത നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 പ്രകാരം ഉള്ള കുറ്റവുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിന് ശേഷം എത്ര വർഷത്തിനകം നേടിയ വസ്തു കണ്ടുകെട്ടപ്പെടും? എത്ര വർഷം? നമ്മൾ പറഞ്ഞു നിർത്തിയേ ഉള്ളൂ. എത്ര വർഷം കുട്ടികളെ? ഓപ്ഷൻ ബി ആണ് 6 വർഷം, അല്ലേ? 6 വർഷം. ഏതാ സെക്ഷൻ വരുന്നേ? എടാ കമന്റ് ഒന്നും കണ്ടില്ല, അത് കമന്റ് പോയി. ഓക്കെ, ഏതാ സെക്ഷൻ വരുന്നേ? 68F ആണല്ലേ? 68F ആണേ. അതായത് ഈ അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് അത് കണ്ടുകെട്ടുന്നത് 68F ആണ്. അങ്ങനെ ഒരു പോയിന്റ് ഇല്ല കൃഷ്ണേന്ദു, അങ്ങനെ ഒരു പോയിന്റ് ഇല്ല. അതായത് സെക്ഷൻ 37 പ്രകാരം സെക്ഷൻ 37 പ്രകാരം ഈ പറഞ്ഞ പോലെ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർക്കാനുള്ള അവസരം കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞ ന്യായമായ കാരണങ്ങൾ കൊണ്ട് കോടതിക്ക് പ്രതിയുടെ നിരപരാധിത്വം ബോധ്യപ്പെടണം. 2 പോയിന്റേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. 19, 24, 27A. അപ്പൊ ഇതിൽ പറയുന്ന കുറ്റകൃത്യങ്ങൾ, അതായത് 19 നമ്മൾ നേരത്തെ പറഞ്ഞു, 19, 24 അതുപോലെ 27A, ഇതിൽ പറയുന്ന കുറ്റകൃത്യങ്ങളാണെങ്കിൽ ജാമ്യത്തിലോ ബോണ്ടിലോ വിട്ടയക്കത്തില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ പറഞ്ഞ പ്രൊസീജിയർ അതിലും ബാധകമാണ്. അവർക്ക് ജാമ്യാപേക്ഷ, അതായത് പ്രതികൾക്ക് ജാമ്യാപേക്ഷ കൊടുക്കാൻ കഴിയും. ജാമ്യാപേക്ഷ കൊടുക്കുന്ന സമയത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ എതിർക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജാമ്യത്തിലിരിക്കുമ്പോൾ വ്യക്തി കുറ്റം ചെയ്യാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കുന്നതിന് ന്യായമായ കാരണമുണ്ടെങ്കിൽ, ഓക്കെ, അതായത് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, കോടതിയാണല്ലോ പരമമായിട്ടുള്ള കാര്യം, കോടതിക്ക് ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്ത് എന്ന് പറയപ്പെടുന്ന വ്യക്തി
നിരപരാധിയാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാൾ ജാമ്യത്തിലിരിക്കുമ്പോൾ കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ജാമ്യത്തിൽ വിടാവുന്നതാണ് എന്നാണ് സെക്ഷൻ പറയുന്നത് 37. ഓക്കെ, സാധാരണയായി സെക്ഷൻ 37 പ്രകാരം ഈ ഒരു പോയിന്റ് മനസ്സിലാക്കിയിരിക്കുക. 19, 24, 27A എന്നീ സെക്ഷനുകളിൽ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് ജാമ്യത്തിലോ ബോണ്ടിലോ വിട്ടയക്കില്ല. എന്നാലും അവർക്ക് ജാമ്യാപേക്ഷ നൽകാനുള്ള അവസരം ഉണ്ടാവുകയാണ്. അവർ ജാമ്യാപേക്ഷ നൽകുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നത്. പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർക്കും. കോടതിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, ആള് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഡിഫൻസിന് കഴിയുകയാണ്. അല്ലെങ്കിൽ അയാൾക്ക് ജാമ്യം നൽകിയാൽ ജാമ്യത്തിൽ അയാൾ കുറ്റകൃത്യം ചെയ്യില്ല എന്ന് തെളിയിക്കാൻ ഡിഫൻസിന് കഴിയുകയാണെങ്കിൽ അയാൾക്ക് ജാമ്യം അനുവദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അപ്പം ഓപ്ഷൻ ബി പറഞ്ഞു. 68F ആണ് ഈ അനധികൃതമായ സ്വത്ത് സമ്പാദനം കേട്ടോ. അടുത്ത 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നത്? ഏത് വകുപ്പ് പ്രകാരമാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നതെന്നാണ് ചോദ്യം. സെക്ഷൻ 31A. സെക്ഷൻ 31A ആണ് 31A. അടുത്ത് 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും, ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റകൃത്യങ്ങളും കോഗ്നിസിബിളും ജാമ്യം ലഭിക്കാത്തവയുമാണ് അല്ലെ? കോഗ്നിസിബിളും ജാമ്യം ലഭിക്കാത്തവയുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ്, 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ സെക്ഷൻ 25 എന്താണ്? ഓക്കെ, ഒരു കുറ്റം ചെയ്യാൻ സ്ഥലവും മറ്റും അനുവദിച്ചതിനുള്ള ശിക്ഷ. ഒരു കുറ്റം ചെയ്യാൻ സ്ഥലവും മറ്റും അനുവദിച്ചതിനുള്ള ശിക്ഷ. ഓക്കെ, 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ ഏത് വകുപ്പാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള വർദ്ധിച്ച ശിക്ഷയെക്കുറിച്ച് പറയുന്നത്? മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള വർദ്ധിച്ച ശിക്ഷയെക്കുറിച്ച് പറയുന്നത് ഏതെന്നാണ് നമ്മൾ പറഞ്ഞു. ഏതാ കുട്ടികളെ? 31, സെക്ഷൻ 31. സെക്ഷൻ 31. സെക്ഷൻ 31ലാണ് വർദ്ധിച്ച ശിക്ഷയെക്കുറിച്ച് പറയുന്നത്. അത് എങ്ങനെയാ ശിക്ഷ വർദ്ധിക്കുന്നത്? ശിക്ഷ എങ്ങനെയാ വർദ്ധിക്കുന്നത്? എത്രയായിട്ട് വർദ്ധിക്കും? ശിക്ഷ എങ്ങനെയായിട്ട് വർദ്ധിക്കും? ആദ്യം നൽകിയ ശിക്ഷയുടെ തടവ് ശിക്ഷയുടെ 1.5 മടങ്ങ് പിഴ ശിക്ഷയുടെയും 1.5 മടങ്ങ് വർദ്ധിക്കും. പിഴ ശിക്ഷയുടെയും എത്ര മടങ്ങ് വർദ്ധിക്കും? 1.5 മടങ്ങ് വർദ്ധിക്കും. 1.5 മടങ്ങ് വർദ്ധിക്കും. ഓക്കെ അല്ലേ? 1.5 മടങ്ങാണ് വർദ്ധിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഇനി ഇതേ കാര്യം തന്നെ 19, 24, 27A ആണെങ്കിൽ, 19, 24, 27A ആണെങ്കിൽ ശിക്ഷ ഏതുവരെ പോകാം? 19, 24, 27A ആണെങ്കിൽ ശിക്ഷ ഏതുവരെ പോകാം? വധശിക്ഷ വരെ പോകാം. വധശിക്ഷ 19ലെയും 24ലെയും 27ലെയും കുറ്റമാണ് ആവർത്തിക്കുന്നതെങ്കിൽ വധശിക്ഷ വരെ പോകാം. ഓക്കെ, ആ 3 ഇത് മറക്കല്ലേ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമം ആർക്കെല്ലാം ബാധകമാവുമെന്നാണ്? ഈ തന്നിരിക്കുന്നതിൽ ആർക്കെല്ലാം ബാധകമാവുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്നതിൽ ആർക്കെല്ലാം ബാധകമാവുമെന്നാണ്. 4 ഓപ്ഷനിൽ ഇന്ത്യക്ക് പുറത്തുള്ള വ്യക്തിക്ക്, ഏതൊരു വ്യക്തിക്കും ബാധകമാവോ പിള്ളേര്? ഇല്ല, ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു വ്യക്തിക്കും ബാധകമാവൂല. ലോകത്ത് എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു കപ്പലിലോ വിമാനത്തിലോ ആകത്തില്ല. പക്ഷേ ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ബാധകമാണ്. ചോദ്യം നേരെ വായിക്കാതെ മുകളിൽ പറഞ്ഞ ഒന്നുമല്ലെന്ന് എഴുതരുത്. കാരണം ഞാൻ ഈ ക്വസ്റ്റ്യൻ റെഫർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്തിരുന്ന ഒരു പയ്യൻ പറഞ്ഞതാണ്, ചേട്ടാ കഴിഞ്ഞ തവണ പക്ഷെ അവന് ജോലിയായി, ഈ ക്വസ്റ്റ്യൻ എഴുതിയ സമയത്ത് എന്ത് ചെയ്ത് പറഞ്ഞു,
ചേട്ടാ ഞാൻ തെറ്റിച്ചു എന്ന് പറഞ്ഞു. അതായത് മുകളിൽ പറഞ്ഞ ഒന്നുമല്ല കർപ്പിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ വെപ്രാളം പറയരുത് നിങ്ങൾ. ഓക്കെ അല്ലേ? നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു വ്യക്തിയും അല്ല, ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരൻ പെട്ടെന്ന് നോക്കുമ്പോൾ മൈൻഡ് നമ്മൾ എന്ത് ചെയ്യും? ഇതൊന്നും അല്ലല്ലോ, ഇന്ത്യക്ക് അകത്തുള്ള ആൾക്കാർ കപ്പല് ചെപ്പല് എന്നൊക്കെ അല്ലേ ഓർത്ത് പെട്ടെന്ന് പോയി കറുപ്പിക്കരുത്. ക്വസ്റ്റ്യൻ നേരെ വായിച്ചോണം. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ സെക്ഷൻ 31A പ്രകാരമുള്ള വധശിക്ഷ ഏതൊക്കെ കുറ്റങ്ങൾക്കാണ് ബാധകമാകുന്നത് അല്ലെങ്കിൽ ബാധകമാണ്? നമ്മളിപ്പോ പല തവണ പറഞ്ഞല്ലേ, സെക്ഷൻസ് 19, 24, 27A, 19, 24, 27A, 19, 24, 27A. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. (1985) NDPS നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങളുടെ വ്യവസ്ഥകൾ എപ്രകാരമാണെന്നാണ്? എപ്രകാരമാ കുട്ടികളെ? ഇത് കൊഗ്നിസിബിൾ എന്ന വാക്കിന് പകരം ഇവിടെ കൊടുത്തിട്ടുള്ളത് പോലീസിന് നേരിട്ട് കൊടുക്കാവുന്നതും. ഈ ഒരു പോയിന്റ് ഇടാം, പോലീസിന് നേരിട്ട് കൊടുക്കാം, വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്നതും ജാമ്യം ലഭിക്കാത്തതും. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. പോലീസിന് നേരിട്ട് കൊടുക്കാവുന്നതും ജാമ്യം ലഭിക്കാത്തതും. വാറന്റ്, ജഡ്ജിന്റെ വാറന്റ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ്? പോലീസിനെ നേരിട്ട് അറസ്റ്റ് ചെയ്യാവുന്നതും ജാമ്യം ലഭിക്കാത്തതും. അടുത്ത, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ NDPS നിയമം 1985 പ്രകാരമുള്ള ശരിയായ പ്രസ്താവന ഏതെന്നാണ്? ഞാൻ പറഞ്ഞു സെക്ഷൻ 1 വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 1 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇന്ത്യ മുഴുവൻ ഈ നിയമം ബാധകമാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ഈ നിയമം ബാധകമാണ്. മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഈ നിയമം ബാധകമാണ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇന്ത്യ മുഴുവൻ നിയമം ബാധകമാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും നിയമം ബാധകമാണ്. മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും ഈ നിയമം എന്താണ് കുട്ടികളെ? ബാധകമാണ്. ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമപ്രകാരം ഒരു വ്യക്തി മനഃപൂർവ്വം തന്റെ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിക്കാൻ അനുവദിച്ചാൽ നിയമപരമായി എന്ത് സംഭവിക്കും? ബോധപൂർവം, മനഃപൂർവ്വം. മനഃപൂർവ്വമാണെങ്കിൽ മയക്കുമരുന്ന് കുറ്റകൃത്യത്തിനായി പരിസരം ഉപയോഗിക്കാൻ അനുവദിച്ചതിന് വകുപ്പ് 25 പ്രകാരം അവർ ബാധ്യസ്ഥനാണ്. ഓക്കെ, വകുപ്പ് 25 നമ്മൾ പറഞ്ഞല്ലേ, വകുപ്പ് 25 പ്രകാരമാണ് വസ്തു ഉപയോഗിക്കാൻ അല്ലെങ്കിൽ വീട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മുറി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മൃഗം, ഒരു വളർത്തു മൃഗമാണെങ്കിൽ അത് ഉപയോഗിക്കാൻ അനുവദിച്ചാൽ, മൃഗമാണെങ്കിലും വരും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നല്ലപോലെ വായിച്ചൊന്ന് ഉത്തരം കണ്ടുപിടിച്ചേ. (31A) ചുമത്താൻ സാധ്യതയുള്ളത്. 31A ചുമത്താൻ ഇതാണ് വാണിജ്യ അളവിലുള്ള മരുന്നുകൾ ഉൾപ്പെടുന്ന ആവർത്തിച്ചുള്ള കുറ്റകൃത്യം. അപ്പൊ നമുക്കറിയാം 19 ആയാലും 24 ആയാലും 27A ആയാലും അതിലെല്ലാം ഈ പറയുന്ന വാണിജ്യ അളവിലുള്ള മയക്കുമരുന്നുകൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യമാണ് വരുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ചില ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ ടോപ്പിക്ക് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 31A നിങ്ങൾ വായിക്കുന്ന സമയത്ത്, ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം ഇതല്ലെന്നറിയാം. ഓക്കെ, അപ്പൊ ആശയം മനസ്സിലാക്കി ഇതാണ് ആൻസർ എന്ന് എടുക്കാൻ പറ്റി നിങ്ങൾക്ക്. അപ്പൊ ആ സെക്ഷൻ നിങ്ങൾ പഠിച്ചതുകൊണ്ടാണ്. 31A അത് പഠിച്ചത് കൊണ്ടാണ്. 19, 24, 27A പഠിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരം എടുക്കാൻ പറ്റി കേട്ടോ. അത്രേ ഉള്ളൂ. ശരി, കംപ്ലീറ്റ് ആയി. അപ്പൊ NDPS ഇന്ന് പോലീസ് പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ച മുഴുവൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാക്കുക. സെക്ഷൻസും ഈ പറഞ്ഞ പോലെ സെക്ഷൻസും ചോദിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ശരി, അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.